ചൊവ്വാഗ്രഹത്തിലെ മണ്ണിന്റെ സാമ്പിളുമായിട്ട് ഒരു ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തി. 8 മാസമെടുത്താണ് ആ പേടകം ചൊവ്വയിൽ നിന്നും അവിടെ എത്തിയത്. യാത്രക്കിടയിൽ ബഹിരാകാശത്തിലെ പാറകളിലിടിച്ച് അതിന്റെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം സംഭവിച്ചിരുന്നു. അതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്തുക എന്നത് ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. സ്പേസ് സ്റ്റേഷനിലെ എഞ്ചിനീയർ ആയിരുന്ന റോറി ആഡംസ് സ്പേസിലൂടെ നടന്ന് ഒരു യന്ത്രക്കൈ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ പിടിച്ചു നിർത്തുകയായിരുന്നു. എക്സോബയോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ഹ്യൂഗ് ഡെറി ചൊവ്വയിലെ ആ മണ്ണ് ലാബിലേക്ക് മാറ്റി അതിൽ ചില നിരീക്ഷണങ്ങൾ നടത്തി. നിർജീവമായ ഒരു കോശത്തെ ഹ്യൂഗ് അതിൽ കണ്ടെത്തി. ഭൂമിക്ക് പുറത്തുള്ള ജീവന്റെ ആദ്യത്തെ തെളിവ്. ചരിത്രമാകാൻ പോകുന്ന ഒരു കണ്ടുപിടുത്തം. പല അന്തരീക്ഷങ്ങളും മാറി മാറി പരീക്ഷിച്ച് നിർജീവമായ ആ കോശത്തിന് ഡോക്ടർ ഹ്യൂഗ് ജീവൻ വെപ്പിച്ചു. അതൊരു ബഹുകോശ ജീവിയായി വേഗത്തിൽ വളരാൻ തുടങ്ങി. 12-ാം ദിവസമായപ്പോഴേക്കും ആ ജീവി അതിന്റെ ചുറ്റുപാടുകളോട് പ്രതികരിക്കാൻ തുടങ്ങിയിരുന്നു. 25-ാം ദിവസം ഹ്യൂഗിന് പറ്റിയ ഒരു അബദ്ധം ആ ജീവിയെ പാർപ്പിച്ചിരുന്ന ബോക്സിലെ വായുമർദ്ദത്തിലും താപനിലയിലും മാറ്റം വരുത്തി. അത് ആ ജീവിയെ അബോധാവസ്ഥയിലാക്കി. അതിനെ ഉണർത്താനായി ഹ്യൂഗ് ചെറിയൊരു ഇലക്ട്രിക് ഷോക്ക് നൽകി. അത് ആ ജീവിയെ പ്രകോപിപ്പിച്ചു. ആ ജീവി ഹ്യൂഗിനെ ആക്രമിച്ചു. വിനാശകരമായ ബുദ്ധിയും ശക്തിയും ഉണ്ടായിരുന്ന ആ ജീവിയുടെ മറ്റൊരു മുഖമാണ് പിന്നീട് കണ്ടത്.